പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദ ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു കേരള പോലീസിന്റെ ക്രൈം ത്രില്ലർ വേട്ടകളുടെ കഥ. ഉത്തരേന്ത്യക്കാരനായ മോഷ്ടാക്കളെ തേടി അലയുന്ന യുവ പോലീസ് ഓഫീസറായി നടൻ കാർത്തി അഭിനയിക്കുന്ന തീരൻ അധികാരമുണ്ട് കുടുംബത്തോടൊപ്പം കാണുമ്പോഴാണ് കൊച്ചി പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡിലെ ഓഫീസറുടെ ഫോണിലേക്ക് മേലധികാരിയുടെ വിളിയെത്തുന്നത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉടൻ ബംഗാളിലേക്ക് പോകണം. ഒരു കള്ളനും പോലീസിനു വേണ്ടി കാത്തിരിക്കാത്തതിനാൽ സിനിമ അവിടെ അവസാനിക്കുന്നു. സിനിമയെ വെല്ലുന്ന യാഥാർത്ഥ്യങ്ങൾ ഇവിടെയാണ് തുടങ്ങുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. തമിഴ്നാട്ടിലെ കൊളത്തൂർ മഹാലക്ഷ്മി ജ്വല്ലറിയിൽ നടന്ന കവർച്ച അന്വേഷിക്കാൻ രാജസ്ഥാനിലേക്ക് പോയ തമിഴ്നാട് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഇൻസ്പെക്ടർ പെരിയ പാണ്ടി വെടിയേറ്റു മരിച്ചതോടെയാണ് തീരൻ സിനിമ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. മോഷ്ടാക്കളെ തേടുന്ന പോലീസുകാരുടെ കഥ പറയുന്ന സിനിമയ്ക്ക് ആധാരമായത് 1995 മുതൽ 2005 കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ മോഷണത്തിനായി നടത്തിയ മുഖംമൂടി ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ്. കേരള പോലീസിലും വേട്ടക്കാരുണ്ട്. തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ബംഗാളിലും എല്ലാം മോഷ്ടാക്കളെയും കൊലപാതകികളെയും തേടി അലയുന്ന ഒന്നാം തര വേട്ടക്കാർ. അർദ്ധരാത്രിയായിരിക്കും ചിലപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ഉത്തരവെത്തുക. കുടുംബത്തിന്റെ പേരിൽ മാറി നിൽക്കാനാകില്ല. കയ്യിലുണ്ടാകുന്നത് കുറ്റവാളിയുടെ ഫോട്ടോയോ പേരോ മാത്രമാകും. ജീവൻ പണയം വെച്ച് കുറ്റവാളികളെ അവരുടെ സ്ഥലത്ത് പോയി കണ്ടെത്തണം. പ്രതികളെ പിടിക്കുന്ന പ്രത്യേക സംഘങ്ങളുടെ പേര് കേസ് രേഖകളിൽ ഉണ്ടാകില്ല. യൂണിഫോമോ കൃത്യമായ ഡ്യൂട്ടി സമയമോ ഉണ്ടാകില്ല. ഏറ്റെടുക്കുന്ന കേസ് പൂർത്തിയാക്കി അടുത്ത കേസിന്റെ തിരക്കിലേക്ക് അവർ തിരിയും. ഇതാണ് അവരെ കുറിച്ച് പറയാനുള്ളത്, ആമുഖമെന്നോണം പറയാനുള്ളത്. കേരളത്തിലേതുപോലെ സാഹചര്യമല്ല ഇതര സംസ്ഥാനങ്ങളിൽ. വൈദ്യുതിയോ റോഡോ ജനവാസമോ ഇല്ലാത്ത ഗ്രാമങ്ങൾ ഉണ്ടാകാം. പോലീസ് സ്റ്റേഷൻ പേരിന് മാത്രമായിരിക്കും. കുറ്റവാളികളെ തേടി പോലീസ് എത്തിയാൽ അപ്പോൾ തന്നെ കുറ്റവാളി വിവരമറിയും. ഗ്രാമങ്ങളിലെത്തി പ്രതികളെ പിടിക്കുന്നത് ചിന്തിക്കാൻ പോലുമാകില്ല. ഗ്രാമവാസികൾ പോലീസിനെ വളയും, ചിലപ്പോൾ വെടിവെക്കും, കലാപമുണ്ടാകും. ഈ അടുത്ത കാലത്താണ് ആലപ്പുഴയിൽ നിന്ന് പോയ ഒരു പ്രത്യേക സംഘത്തിനു നേരെ ഗ്രാമവാസികൾ 100 കണക്കിന് പോത്തുകളെ അഴിച്ചുവിട്ട് ആക്രമിച്ചത്. അത് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. ഈ സാഹചര്യങ്ങളെയൊക്കെ നേരിട്ടാണ് ഭാഷയറിയാതെ, ആവശ്യത്തിന് ആയുധം പോലുമില്ലാതെ, ലോക്കൽ ട്രെയിനുകളിൽ സീറ്റുകൾ കിട്ടാതെ മണിക്കൂറുകൾ സഞ്ചരിച്ച് ഇതര സംസ്ഥാനത്തിലെ പോലീസിന് കൈക്കൂലി കൊടുത്തു വരെ കേരള പോലീസിന്റെ പ്രത്യേക സംഘങ്ങൾ ഇന്ത്യയൊട്ടാകെ സഞ്ചരിക്കുന്നത് ഓർക്കുക. അവരുടെ കൈവശമുള്ളത് ചങ്കുറപ്പ് മാത്രമായിരിക്കും. കുടുംബത്തെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കും. മക്കളെയും ഭാര്യയെയും കുറിച്ചുള്ള ചിന്തകളായിരിക്കും. ഇതെല്ലാം പേറിയാണ് അവർ യാത്ര ചെയ്യുന്നത്. ക്രമസമാധാന ചുമതലയുള്ള SP-മാരുടെ കീഴിൽ രൂപീകരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ കഥകളിലേക്ക്, ജീവിതത്തിലേക്കും നമുക്ക് ചെറുതായി ഒന്ന് കണ്ണോടിക്കാം. 2009 നവംബർ 22 തിരുവനന്തപുരം നഗരത്തിലെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ സന്ദേശം എത്തുന്നു. കണ്ണമൂലയിലെ ഒരു വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നു. വീട്ടുകാരെ കെട്ടിയിട്ട് മോഷണം നടത്തിയ സംഘം വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ബെൻസ് കാറും കൊണ്ടുപോയി. കവർച്ചക്കാരുടെ പിടിയിൽ നിന്ന് മോചിതരായ വീട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. പേട്ട പോലീസ് സംഭവ സ്ഥലത്തേക്ക് കുതിക്കുന്നു. വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള വീട്. പിന്നെങ്ങനെ മോഷ്ടാക്കൾ വീട്ടിലേക്ക് കടന്നു എന്ന ചിന്തയിലായിരുന്നു പോലീസ്. വീടും പരിസരവും വിശദമായി പരിശോധിച്ചു. മോഷ്ടിക്കപ്പെട്ട ബെൻസ് കാറിന്റെ മാറ്റുകൾ കിടന്ന ഭാഗത്ത് നിന്ന് നഗരത്തിലെ ഒരു സ്വർണ്ണക്കടയുടെ സമ്മാന കൂപ്പൺ പോലീസിന് കിട്ടി. അതിൽ ഒരു മേൽവിലാസമുണ്ടായിരുന്നു. പൂനെ സ്വദേശിയായ സ്വപ്നിൽ ഗെയ്ക്വാദാണ് സ്വർണം വാങ്ങിയിരിക്കുന്നത്. പോലീസ് സ്വർണ്ണക്കടയിലെത്തി. ആ ദിവസങ്ങളിലെ വീഡിയോ വിശദമായി പരിശോധിച്ചു. സ്വപ്നിലും കൂട്ടുകാരും കടയിലെത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാകുന്നു. അന്ന് മെഡിക്കൽ കോളേജ് CA ആയിരുന്ന V. സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. സുരേഷും 4 അംഗ പോലീസ് സംഘവും പൂനെയിലേക്ക് തിരിക്കാൻ തീരുമാനിക്കുന്നു. കണ്ണമ്മൂലയിലെ വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളവുമായി പോലീസ് സംഘം ആദ്യം പോയത് പൂനെയിലെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ്. അതിന്റെ തൊട്ടടുത്ത ദിവസം തമിഴ്നാട്ടിലെ താമ്പരത്തും ഇതേ രീതിയിൽ കവർച്ച നടന്നു. 8 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സംസാരിക്കുന്നത് മുറി ഇംഗ്ലീഷും ഹിന്ദിയും. വീട്ടിലുണ്ടായിരുന്ന കാറും മോഷ്ടാക്കൾ കൊണ്ടുപോയി. സമാനമായ രീതിയിലുള്ള കവർച്ച. കേരളത്തിൽ നിന്ന് വിവരങ്ങളെത്തി. കണ്ണൂരും മംഗലാപുരത്തും സമാനമായ രീതിയിൽ കവർച്ച നടന്നിരിക്കുന്നു. അവിടെ നിന്നെല്ലാം കിട്ടിയ വിരലടയാളങ്ങൾ പൂനെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ ഏൽപ്പിച്ചു. പോലീസിന്റെ കയ്യിലുള്ളത് സ്വപ്നിൽ എന്ന പേരും സ്വർണ്ണക്കടയിലെ വീഡിയോയും മാത്രം. തിരച്ചിൽ ആരംഭിക്കുന്നു. പൂനെയിൽ ആ പേരിൽ 600 പേരുണ്ടായിരുന്നു. അവരുടെ രേഖകൾ പരിശോധിച്ചു. മോഷ്ടാവ് കൂട്ടത്തിലില്ല. പൂനെയുടെ സമീപ പ്രദേശങ്ങളുടെ മോഷ്ടാക്കളുടെ ഗ്രാമത്തിൽ പോലീസ് രഹസ്യമായി തിരച്ചിൽ നടത്തി. ആരെയും കിട്ടിയില്ല. അപ്പോഴാണ് താമ്പരത്ത് നിന്ന് ആ സുപ്രധാന വിവരം എത്തുന്നത്. മോഷ്ടാക്കളിൽ ഒരാളുടെ വിരലടയാളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാജു എന്നാണ് പേര്. വിലാസം അഹമ്മദ്നഗർ ജില്ലയിലെ അശോക് നഗർ. കണ്ണമ്മൂലയിലെ കവർച്ചക്കാരുടെ കൂട്ടത്തിലും രാജുവുണ്ടെന്ന് ഉറപ്പിച്ച പോലീസിന്റെ അടുത്ത വെല്ലുവിളി തിരച്ചിലായിരുന്നു. ഇവിടത്തെ പോലെ അവിടെയും പോലീസുകാരിൽ ചാരന്മാരുണ്ട്, അത് ഓർക്കണം, അല്ലെങ്കിൽ എല്ലാം പാടും.
50 ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന വസ്തുക്കൾ ഒരു മോഷണത്തിൽ കൈക്കലാക്കുന്ന രാജു പോലീസുകാർക്ക് കൃത്യമായി പണം കൈമാറിയിരുന്നു. പുറത്തുനിന്ന് പോലീസ് എത്തിയാൽ അവർ വിവരം കൈമാറും. അന്വേഷണം പ്രതിസന്ധിയിലാവും. അപ്പോഴാണ് ശ്രീരാംപൂരിലെ ചില സ്ക്വാഡുകളിൽ പ്രവർത്തിച്ചിരുന്ന ചെറുപ്പക്കാരായ പോലീസുകാർ സഹായത്തിനെത്തുന്നത്. അവർ പോലീസിന് രഹസ്യ വിവരങ്ങൾ കൈമാറുന്ന നാട്ടുകാരിൽ ചിലരെ പരിചയപ്പെടുത്തി കൊടുത്തു. 10,000 രൂപയാണ് അവർ ആവശ്യപ്പെട്ടത്. തുക കൈമാറിയപ്പോൾ അവർ രാജുവിന് വീട് കാട്ടിക്കൊടുത്തു. സ്ക്വാഡിലെ പോലീസുകാരുടെ സഹായത്തോടെ വാടകയ്ക്കെടുത്ത 2 ബൈക്കിലും ഒരു മാരുതി വാനിലും കേരള പോലീസ് രാജുവിനെ തേടി പുറപ്പെട്ടു. കിലോമീറ്ററുകൾ നീളുന്ന കരിമ്പനപ്പാടങ്ങൾ, വിജനമായ പ്രദേശം, അതിനുള്ളിലാണ് രാജുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമം. വീടിനടുത്ത് കാത്തുനിന്ന പോലീസിന് കിട്ടിയത് രാജുവിന്റെ അനുജനും സംഘത്തിൽ രണ്ടാമനുമായ വികാസിനെയാണ്. ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റിയ വികാസുമായി പോലീസ് സംഘത്തിലെ ഒരു കൂട്ടർ തിരിച്ചുപോയി. മറ്റുള്ളവർ രാജുവിനായി കാത്തു നിൽക്കുന്നു. 2 മണിക്കൂറിന് ശേഷമാണ് രാജു എത്തിയത്. സംഘം രാജുവിനെ പിന്തുടർന്നു. പെട്ടെന്ന് ബൈക്ക് ഉപേക്ഷിച്ച് രാജു കരിമ്പനക്കാട്ടിനുള്ളിലൂടെ ഓടി. പോലീസ് സംഘം പിന്നാലെ പാഞ്ഞെങ്കിലും കിട്ടിയില്ല. വികാസുമായി സ്റ്റേഷനിലെത്തിയ കേരള പോലീസ് സംഘത്തോട് സഹകരിക്കാൻ ശ്രീരാംപൂർ പോലീസ് തയ്യാറായില്ല. രാജുവിന്റെ ഗ്രാമത്തിലുള്ളവർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും ഉടൻ വികാസുമായി മടങ്ങണമെന്നുമായിരുന്നു അവരുടെ മുന്നറിയിപ്പ്. കൂടുതൽ തിരച്ചിൽ നടത്തണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. കയ്യിലുള്ള പ്രതിയും പോകുമെന്ന് മനസ്സിലായതോടെ കേരള പോലീസ് തൊട്ടടുത്തുള്ള കോടതിയിൽ വികാസിനെ ഹാജരാക്കി. കേരളത്തിലെത്തിച്ച പ്രതിയെ 7 വർഷം തടവിന് ശിക്ഷിച്ചു. മറ്റുള്ളവരെ പിടികൂടാനായില്ല. പകുതിയിൽ നിലച്ചുപോയ ഓപ്പറേഷനാണെങ്കിലും പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കേരള പോലീസ് നടത്തിയ വലിയ ഓപ്പറേഷനായിരുന്നു ശ്രീരാംപൂരിലേത്. വികാസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഘത്തിന്റെ രീതികൾ പോലീസിന് മനസ്സിലായത്. ഒരു വീട്ടിലെ തന്നെ അംഗങ്ങളും ഗ്രാമത്തിലുള്ളവരുമെല്ലാം സംഘത്തിലുണ്ടാവും. മോഷണത്തിന്റെ രീതികൾ നേരത്തെ പ്ലാൻ ചെയ്യും. യാത്രാ ചെലവുകൾ പോലും കണക്ക് കൂട്ടും. വലിയ മോഷണങ്ങൾക്കാണ് താല്പര്യം. മോഷണം മുതൽ തുല്യമായി വീതിക്കും. ഒരു വിഹിതം ഗ്രാമമുഖ്യനാണ്, ഒരു പങ്ക് ഗ്രാമക്ഷേത്രത്തിനും. കണ്ണമ്മൂലയിലെ വീട്ടിൽ മോഷ്ടിക്കുന്നതിന് മുൻപും സംഘം പൂജ നടത്തിയിരുന്നു. ഇത്ര സുരക്ഷയുള്ള വീട്ടിൽ എങ്ങനെ കയറി? പോലീസ് വികാസിനോട് ചോദിച്ചു. മുൻവശത്തെ ജനൽ കമ്പി പാര കൊണ്ട് തെന്നി. വെൽഡിംഗ് പൊട്ടിച്ചു. ചിരിയോടെ മറുപടി. കൂട്ടത്തിൽ മെലിഞ്ഞയാൾ അകത്തു കയറി വാതിൽ തുറന്നു കൊടുത്തപ്പോൾ സംഘത്തിലെ മറ്റുള്ളവരും അകത്ത് കയറി. വീട്ടുകാരെ കെട്ടിയിട്ട് മോഷണം നടത്തിയ ശേഷം സംഘം പുറത്തിറങ്ങിയപ്പോൾ മെലിഞ്ഞയാൾ വീട് അകത്തുനിന്ന് കുറ്റിയിട്ട് ജനൽ വഴി തന്നെ പുറത്തിറങ്ങി. മോഷണം നടത്തുന്ന വീട്ടിലുള്ളവരെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതായിരുന്നു 2002 വരെ സംഘത്തിന്റെ രീതി. എന്നാൽ കൊലപാതകം നടന്നാൽ പോലീസ് അന്വേഷണം ശക്തമാക്കുമെന്നതുകൊണ്ടാണ് ഗ്രാമത്തിലുള്ളവർ യോഗം ചേർന്ന് ഈ രീതി ഉപേക്ഷിച്ചതെന്നും വികാസ് വെളിപ്പെടുത്തി. ഒരു ഗ്രാമം മുഴുവൻ കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു. ഗ്രാമത്തലവന് വരെ പങ്ക്, പോലീസ് സ്റ്റേഷന് വരെ പങ്ക്. ഇങ്ങനെ നടത്തുന്ന കൊള്ളക്കൊലപാതകങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ കേരള പോലീസിന് കഴിഞ്ഞതിൽ അഭിമാനം. കേരള പോലീസിന് മുഴുവൻ പ്രതികളെയും കിട്ടിയില്ലെങ്കിലും അവർ അവരുടെ കുടുംബത്തെയും മക്കളെയും എല്ലാവരെയും തിരിച്ച് ഒരു ഫോൺ കോളിന്റെ പുറത്ത് യാത്ര തിരിക്കാൻ തീരുമാനിച്ച ആ യാത്രയിൽ അന്ത്യം വരെ നിന്ന് പോരാടുന്ന ഓരോ പോലീസുകാരനും ഈ വീഡിയോ കാണുമ്പോൾ ഊർജ്ജം പകരും. മറ്റൊരു ക്രൈം ഡയറീസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സ്റ്റേ ട്യൂൺഡ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.